ഇത് ഭയങ്കരമായിട്ട് ബാഡാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ എക്സ്ലാൻഡിസിൽ പോണ കാര്യം തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിക്കുക തന്നെ പോയത്. അല്ലെങ്കിൽ ഇത് സംസാരിക്കത്തില്ലായിരുന്നു. സോ ഇനി ഇത് ഈ ഒരു രീതിയിൽ കൊണ്ടുപോയാൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെയും ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു സാധനം കൂടി ഇതിനകത്തുണ്ട്. കുറേ പ്ലേയേഴ്സിനൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായി ലൈവ് ഇടാനും അല്ലെങ്കിൽ സ്ട്രീം ചെയ്യാനും ഇതൊക്കെ ആഗ്രഹമുള്ളവരും മനസ്സിലായി ഈ മറ്റേ സെർവറിൻ്റെ പേരെന്താണ് എക്സ്ലാൻഡിസിൽ പോയാൽ കൂടുതലും കുറച്ചുകൂടി അവർക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമൊക്കെ ഉള്ള കുറേ പേരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ വേറൊരു ഗ്യാങ്ങിലെങ്കിലും കയറി അവർക്ക് വേറൊരു ഗ്യാങ്ങിലും ഇതിലൊക്കെ കയറി അവർക്ക് അങ്ങനെയൊക്കെ സെറ്റാകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ഒരു സെറ്റാവട്ടെ. അപ്പം നമുക്ക് എന്തായാലും ഗൈസ് ബാക്കി ഇത് നോക്കാം. സിറ്റുവേഷൻ എവിടെയാണെന്ന് പറഞ്ഞു തരുമോ? ഞാൻ നോക്കട്ടെ. എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുമോ? സ്റ്റോറിയുടെ കാര്യം ഞാൻ അത് ചെയ്യാം ബ്രോ. 5C ബ്രോ ഞാൻ ചെയ്യാം. ചന്ദ്രൻ അങ്ങ് പോവാണല്ലോ. ലവ് യു ബ്രോ. ലവ് യു ഗൈസ്. ലവ് യു ലോട്ട്സ് എല്ലായിടത്തും. ഉമ്മ ഇവിടെ മാമ അങ്ങനെ നമുക്ക് അറിയാം കേട്ടാ. കാണാവോ സാർക്ക്? നമുക്കിത് കഴപ്പാണോ ഇതാ നോക്കാം. ഇല്ലത്തെ പ്രശ്നമാണ്. ചന്ദ്രൻ്റെ ഏട്ടനെ പോലെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരിട്ട് കാണാനൊന്നുമുണ്ട്. എപ്പോഴെങ്കിലും അതിനെ കഴിയട്ടെ. ഞാൻ പള്ളിയിൽ പോകുക. ബൈ ചന്ദ്ര. പ്ലീസ് നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ. മുഹമ്മദ് ബ്രോ. ഓക്കെ ബൈ ബൈ. എവിടെ പ്ലേ ആണുണ്ട് ഇത്? ഒന്ന് ഇല്ല ഇത് ഇവിടെ തൊട്ടാണ്. ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. ആരും ഇല്ലടാ, ചുമ്മാ നമ്മളെ പറ്റിക്കല്ലേ. നിന്റെ ഗ്യാങ്ങോസ് വരാൻ പറ്റില്ല ദേവകുട്ടി, സോറി. ഞാൻ ഇല്ലായിരുന്നു. ഞാൻ വരാം രാത്രി. അല്ല രാത്രി വരാൻ ഫ്രീ ആവും ഞാൻ. അപ്പൊ വരാൻ കാണാൻ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല ബന്ധത്തിലാണ്. ദേവട്ടി സിംഗിളാണ്. ഇവനെ കൈ വെക്കാൻ പറ. പിന്നെ വാളി വെടിവെച്ചു. ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞു. ഇല്ല എന്തിരെ ഓടാ വണ്ടി എടുത്തിട്ടോടാ. എന്താടാ ഇവിടെ ഇത് മറ്റല്ലേ? വണ്ടി എടുത്തിട്ട് പോയായിരുന്നു. തുണിയൊക്കെ മാറി വന്നോ നീ അങ്ങോട്ട്? മാറ്റിയോ നീ? കൈ വെക്കടാ, നീ കൈ വെക്കടാ, കൈ വെക്കടാ, കൈ വെക്കടാ, പൊക്കടാ കൈ. പോടാന്ന് അവന്റെ ആർപി. ഇതാണ് അവന്റെ ആർപി. കൊള്ളാം, നല്ല കിട്ടില്ല. ഫിയർ ആർപി ഉണ്ടാ? ഇതൊക്കെയാണ് ഫിയർ ആർപി. ഫിയർ ആർപി ഒന്നും ഇല്ല സിറ്റിയില്. അവനെനിക്ക് വേണം, പെട്ടെന്ന് അവനെ വേണം, എനിക്ക് അവനെ വേണം. എന്താ കളിപ്പാട്ട കിട്ടുന്ന കണക്കാണ്. എനിക്ക് അവനെ വേണം, എനിക്കത് വേണം, എനിക്കത് വേണമെന്ന്. വണ്ടി ഇറങ്ങി. നമ്മളെ വണ്ടി എവിടെ? വണ്ടിയല്ലേ നിങ്ങൾ 5 വർഷം പയ്യന്മാരിത്
അവൻ ഇപ്പൊ വേറെ എവിടെയോ അടിയേക്കല്ല മുട്ടയിക്കാണ്. ആ നിക്കുന്നവനെ അടിച്ചിട്ടേക്ക് കൊറേ നേരെ. നമുക്ക് ആദ്യം അവനെ കളി അവന് വേണേ. അവന് ഫിയർ ഇല്ല, അവന് വണ്ടിയില്ലേ. എന്തിന് എടാ അവൻ നേരത്തെ റേഡിയോ കോൾ എടുത്തപ്പോ SRR എന്നൊന്നു കളി SR ആണെങ്കിൽ അപ്പൊ കൂടെ കേറി അങ്ങ് അവന് ചെയ്യവനെ. മങ്കി മാസ്ക് ഇട്ട് വരുന്ന ബഫർ മുന്നിൽ പോരെ നമ്മളെന്തെങ്കിലും ഞാനോണ്ട് കൂടെ അപ്പൊ കൂടെ ഒറ്റയ്ക്ക് അവന്മാര് നാല് അല്ല അപ്പൊ കൂടെ നിന്നെ അത്രേ ഉള്ളു മാമ. പിന്നെ അല്ല നമ്മള് വിദ്യ അഗ്രഹല്ലേ കാണിച്ചു കൊടുക്ക്, പിള്ളേർക്ക് കാണിച്ചു കൊടുക്ക്. അവൻ ചോറിയാ അവനവിടെ റിപ്പയറില് ചോപ്പ് വണ്ടിയാണെന്ന് കാര്യം പറഞ്ഞേക്ക്. എന്താ ബ്രോ കാണിക്കുന്നത് ചോദിച്ചു. മേലെ 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 മങ്കി ഡാൻസ് കളിക്കുന്ന ഹീലോലടിക്കാൻ വലിയ കേറി ഇവനാരും ഇമ്മോട്ടന്റെ കുഞ്ഞാ ഇതിനൊക്കെ കുടിക്കണം. പഴയ പണ്ട് മറ്റേ മാഫിയ കളിക്കുന്ന എന്റെ വിചാരം. പഴയ മറ്റേ മാഫിയയില് ചത്ത് ബോഡി എക്സ്പോസ് ആയിട്ടിരുന്നിട്ട് ചത്ത്. എന്ത് മൂഞ്ചാ നീ വന്ന എന്റെ കൂടെ? ഇതാ ഇതൊന്നുമില്ല. അത് ഹലോ ഇവനെ നാളെ അറിഞ്ഞൂടാ. ബ്രോയില് നേരത്തെ വണ്ടി നിർത്താ പോയത്. ചുറ്റും നിക്കുന്നു മൊത്തം സാറ്. ഞാൻ വെടിവെച്ചില്ല, ഞാൻ ജസ്റ്റ് ഇവനൊക്കെ വന്നങ്ങ് ഗണ്ണീം ഇതങ്ങ് ഫയർ ചെയ്യോ ഡയറക്റ്റ് മൊണ്ണ ആരടിക്കാൻ ബ്രോ ആരി ബ്രോ ഒരു നീട്ടം മനസ്സിലായോ? അത്രേ ഉള്ളൂ. എടാ വണ്ടി നിർത്താ പോയത് ഇവനല്ലേ? കത്തിച്ചോ ഇവനെ കത്തിച്ചോ കത്തിച്ചോല തീട്ടത്തിനെ കത്തിച്ചോടാ. കത്തിച്ചോടാ. ഈ തീട്ടത്തിനെ കൊണ്ടിട്ട് എന്ത് ചെയ്യാനാ? കളിക്കാനും തുളിക്കാനും മാസിനൊരു കുറവില്ല. ആരെ വന്നവൻ ഗണ്ണീം വീണത് തീട്ടം അപ്പൊ ഇന്ന് ഹോസ്റ്റേജ് ഇല്ല. ചാറ്റില് പറയുന്നു എന്തോ ഇല്ല. നിർത്തി എവിടെ പറഞ്ഞു ലൈവാന്ന് തോന്നുന്നു. കാണണോ? ഇതിലിത് ഭയങ്കരമായിട്ട് ബാഡാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ എക്സ്ലാൻഡിസി പോണ കാര്യം തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിക്കുക തന്നെ പോയത്. അല്ലെങ്കിൽ ഇത് സംസാരിക്കത്തില്ലായിരുന്നു. സോ ഇനി ഇത് ഈ ഒരു രീതിയിൽ കൊണ്ടുപോയാൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെയും ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു സാധനം കൂടി ഇതിനകത്തുണ്ട്. കുറേ പ്ലേയേഴ്സിനൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായി ലൈവ് ഇടാനും അല്ലെങ്കിൽ സ്ട്രീം ചെയ്യാനും ഇതൊക്കെ ആഗ്രഹമുള്ളവരും മനസ്സിലായി ഈ മറ്റേ സെർവറിൻ്റെ പേരെന്താണ് എക്സ്ലാൻഡിസിൽ പോയാൽ കൂടുതലും കുറച്ചുകൂടി അവർക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമൊക്കെ ഉള്ള കുറേ പേരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ വേറൊരു ഗ്യാങ്ങിലെങ്കിലും കയറി അവർക്ക് വേറൊരു ഗ്യാങ്ങിലും ഇതിലൊക്കെ കയറി അവർക്ക് അങ്ങനെയൊക്കെ സെറ്റാകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും ഒരു സെറ്റാവട്ടെ. ഇത് ഈ ഒരു രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിലൊരു മീനിങ് ഇല്ല എന്നുള്ളൊരു രീതി സംസാരിക്കാം. ഇത് കഴിഞ്ഞിട്ട് നോക്കാം എന്താ വെച്ചാ. ഞാൻ ഗ്യാങ്ങിലില്ലെന്ന് അറിയാം. അവന്റെ കൂടെ ഉള്ള
ഒരുത്തനുമില്ല ഹലോ ബ്രോ ഹലോ എന്താ എന്താ പ്രശ്നം എന്താണ്? ചുമ്മാ വെറുതെ ഒന്ന് അടിച്ചിടാനാ അളി മാസാണോ? അത് ഇവ ഏതാ ഇവൻ മണ്ടൻ? എന്തിനാ റേഡിയോ കിടന്ന് പറയുന്നേ? ആരെ കേൾപ്പിക്കാനാ ബ്രോ ഈ പൊട്ടത്തര കാണിക്കലേ ബ്രോ? 2026 മയിരേ കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിക്കുന്നീ എന്റെ വണ്ടി കിടന്ന് കൊണക്കാതെ. ഇനിയുണ്ട് തോന്നുന്നു മാസക്ക് പീക്ക് കേട്ടാ. സർജി ആരായാലും ചെയ്ത പുണ്ടാമനെ പാടഞ്ഞെക്കും അടിക്കേണ്ട രീതി അറിയത്തില്ലേ എവനെ മറ്റേ വന്നിട്ട് സിറ്റുവേഷൻ പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് ആരാണെങ്കിലും അവൻ വന്നിട്ട് സിറ്റുവേഷൻ പോലും എന്തിന് പറഞ്ഞു കൊടുത്തെന്ന് അറിയത്തില്ല. എന്നിട്ട് അവന്മാര് കൊണക്കുന്നത് അല്ലെങ്കിൽ അവനെ എണീപ്പിച്ച് നിർത്തിയിട്ട് സംസാരിക്കുന്നത് വേറെ. എന്താ സിറ്റുവേഷൻ എന്ന് പ്രോപ്പറായിട്ട് സിറ്റുവേഷൻ ഉള്ളവനെ ഇവൻ മാമൻ തന്നെ ആദ്യം പോയി അടിച്ചു കൊന്നത് ഇവിടെ കവച്ചിട്ടേക്കുന്നു. അവനെ കൊന്ന് എന്നിട്ട് ഇവന്മാര് ഇത് ആരെയോ കേൾപ്പിക്കായിരുന്നു കുരയ്ക്കുന്നു. ബ്രോ കണ്ടേം ചെയ്തല്ലേ മാസ് അതേനാസായി പാവം. കണ്ണയും ചെയ്തപ്പോ ഈ ഡയലോഗ് അടിക്കണം. വണ്ടി വണ്ടി നിർത്താതെ എന്നെ നെഞ്ചത്തോടെ ഡയലോഗ് അടിക്കണം. അവനെ പൊക്കുന്നു വേണ്ട ആദ്യം മറ്റേ എന്നിട്ട് വാണിംഗ് ഫെയർ വന്നില്ല. അവിടെ നിന്ന് ഞാൻ എത്ര വെടിവെച്ച്? ഞാൻ വെടിവെച്ച്, നാരദം വെടിവെച്ച്. നമുക്ക് വിനോദി വേറെ ഒരു മയിലുമില്ല. ഇത് നമ്മളെ വിജയം. ഇന്ന് അവര് പണ്ണണം കഴിഞ്ഞ മാറിന് കുറച്ചല്ലേ മാസാണേ. സ്മോക്കർ വരട്ടെ. അളിയ നാരദൻ അടിച്ചിട്ടാ വാണിംഗ് വേറൊക്കെ ചെയ്ത് ചുമ്മാ ഡയലോഗ് ഇനിയിപ്പോ എന്തായാലും ഫിയർ ആണ് കളിക്കേണ്ട ഒരു കാര്യം. അത്രോളൂ ബാബാ ആളെ കിട്ടിയിട്ടുണ്ട്. എടാ വെയിറ്റ് ഇവനെ എന്ന് പൊക്കി ഹലോ സംസാരിച്ചു തീർക്ക പോണേ ഒരുമിച്ച് നമ്മള് സോറി ബ്രോ ഹലോ അപ്പൊ ഞാനും അവിടെ സംസാരമായി. അപ്പത്തേക്ക് ആ വണ്ടി എടുത്തിട്ട് പോയി തട്ടിയിട്ട്. അപ്പൊ കൊണ്ട് തട്ടി അപ്പത്തേക്ക് വണ്ടി എടുത്തോണ്ട് പോയി. നിർത്തിയില്ല. ഞാൻ പറഞ്ഞു കണ്ണേ ചെയ്തപ്പോ വീണ്ടും വണ്ടി നിർത്താൻ എടുത്തോണ്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഇപ്പം ഡ്രസ് ഷോപ്പിൽ വന്നപ്പം അതേ സെയിം വണ്ടി മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബസ് അടിച്ചിട്ട് ഞാൻ പറഞ്ഞത് വണ്ടി ഇറങ്ങാൻ മനസ്സിലാവും. അത്രേ ഉള്ളൂ. സ്മോക്കർ സംഭവം എന്താ അറിയാം? ആ വണ്ടിയിൽ എന്നെ ഇവൻ വെടിവെച്ചായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ആ സമയത്ത് ഞാൻ നോക്കുമ്പോ ഞാൻ ചുമ്മാ ഡ്രസ് ഷോപ്പിൽ ഡ്രസ് മാറാൻ വന്ന എന്നെ ബ്രോക്ക് എണ്ണയും ചെയ്തിട്ട് ഇറങ്ങാൻ പറയുന്നത്. ഞാൻ എന്തിനാ ഇറങ്ങണം ബ്രോ? അതാണ് ഞാൻ പറയുന്നത്. ബ്രോക്ക് ഫ്രീയറില്ലേ? വണ്ടിക്കകത്തിരിക്കണ വെടി കൊള്ളത്തില്ലല്ലോ. വണ്ടിക്കകത്തിരിക്കണവന് വെടി കൊള്ളത്തില്ലല്ലോ. വണ്ടിക്കകത്തിരിക്കണവന്റെ മറ്റേ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അല്ലേ? പോളെ 2020 യവന്മാര് ജനിച്ചിട്ട് പോലും ഇല്ല. മനസ്സിലായില്ലേ? 2020 ഇവിടെ SRR ഉണ്ടാക്കിയ വേറെ ആൾക്കാരാ. അതില് പകുതി അതിലുള്ള കുറച്ച് പേരേ ഉള്ളൂ ഇതില്. മനസ്സിലായില്ലേ? അതില് ഇപ്പൊ ഉള്ളവന്മാർ 2020 ജനിച്ചിട്ട് പോലും ഇല്ല. മനസ്സിലായ? ആ ഉണ്ടാക്കിയതിൽ പകുതി കളിക്കുന്നില്ല. ഇപ്പം അതിൽ നല്ല കുറെ RP പ്ലേയേഴ്സ് ഉണ്ട്. അത് വേറെ. യവന്മാർക്ക് RP പറഞ്ഞ തൊലി പറഞ്ഞൂടാ. ബ്രോ മറ്റേ വന്നുടനെ ഗണ്ണെടുത്ത് ഫയർ ഇല്ല. ബ്രോയുടെ ഒരു കാര്യം പറയട്ടെ. ബ്രോ ഒറ്റ ഒരാളാണ് എന്നെ ഗണ്ണയം ചെയ്യുന്നത്. മനസ്സിലായ? ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നത്. ഞാൻ എന്തിന് ഫിയർ കാണിക്കണം? ബ്രോ ഏറല്ലേ പിടിച്ചോണ്ട് എന്താണ് ഇവൻ ആരുടെ ഇവന്
ഞാൻ ഇവനൊക്കെ സെർവറിൽ വൈറ്റാണ്. ഇല്ല അല്ല സത്യം പറഞ്ഞ മാമനിപ്പോ സംശയമാണ്. അവൻ ആലോചിക്കാണ് ഒരുത്തൻ ഒരാളെ വെടിച്ചേർത്ത് ചാവൂലേ? എന്താ പറയണേ? ഗണ്ണില്ല. വെയിറ്റ് അതും പറഞ്ഞ് നെഞ്ചത്തൂടെ കയറ്റിട്ടല്ല പോണ്ടത്, മനസ്സിലായോ? സൈഡിൽ കൂടെ എടുത്തോളാം. എന്റെ നെഞ്ചത്തൂടെ കയറ്റിട്ട് ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ പിന്നെ എന്നെ ഗണ്ണെയിം ചെയ്യുമ്പോ ബ്രോ ഞാൻ ഇറങ്ങിയിട്ട് ബ്രോ എനിക്ക് വന്ന് ഉമ്മ തരണോ? ഞാൻ എന്നെ ഗണ്ണെയിം ചെയ്ത് വെക്കുമ്പോ പിന്നെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോകണ്ട, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ബ്രോ വണ്ടി എടുത്തോണ്ട് പൊക്കോ, പക്ഷെ അത് എന്റെ നെഞ്ചത്തൂടെ എനിക്ക് അരച്ചൻ കേറടേ എനിക്കങ്ങ്. ഇത് അറിഞ്ഞോണ്ട് ചെയ്യുന്നേ, ഇത് അറിഞ്ഞോണ്ട് കൊണക്കുന്നേ. ഇത് നമുക്ക് ഒരുത്തരുടെ സിറ്റുവേഷനിൽ പോയി ഗൺ ചെയ്തത് ഇത് ചെയ്യുന്നതും അറിഞ്ഞോണ്ട് കൊണക്കുന്നതും തമ്മിൽ വ്യത്യാസം മനസ്സിലാവും നമുക്കത്. ഇത് അറിഞ്ഞോണ്ടുള്ള കൊണയത്. ബ്രോ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ ബ്രോ? ഹലോ ബ്രോ ബ്രോ ഗണ്ണെടുത്ത് അടിക്കത്തിന് കഴിച്ചിക്കണോ നിനക്ക്? ഞാൻ കഴിച്ചിക്കണ വല്ല മുള്ളൊരിക്കാൻ പോയി കയറാ. ഏതറ ഈ ഹിജട വേണം? ഇവനാരാ? ഇതാരാ കൊടുത്തത്? എനിക്കറിയത്തില്ല ഇതൊക്കെ ഏതാന്ന്. ഓരോ ഇവനേതാ? റൊസാരിയോയാ? മാസം അടിക്കാൻ മറ്റേ ബുക്കിൽ എഴുതിച്ചിട്ടാണോ മച്ചാനെ പറയുന്നത്? ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. കാണിച്ചിക്കണെങ്കി അതാരാന്ന് നമ്മുടെ മുമ്പിലുണ്ട് എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. കൈ പൊന്തിച്ച് ഇങ്ങനെ നിക്കണം, കഴിവില്ല ഒന്നുമില്ല. എനിക്കും വരെ വാണ ഇത് കണ്ടോണ്ടിരിക്കാൻ വയ്യടെ. മാമ ഒന്ന് സത്യം പറയല്ലേ, ഹോസ്റ്റേജിന്റെ സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ട് ആ മര്യാദയ്ക്ക് സംസാരിച്ചേ. അവൻ്റെ അടുത്ത് ചോദിച്ചാൽ റിപ്ലൈ ആണ് അവൻ പറഞ്ഞത്. അവൻ്റെ അടുത്ത് എന്താ ചോദിച്ചത് അതിനുള്ള റിപ്ലൈ ആണ് അവൻ പറഞ്ഞത്. ഹലോ ബ്രോ എന്താ ബ്രോ സിറ്റുവേഷൻ? വണ്ടി മിസ്ഫയർ എന്നൊക്കെ പറഞ്ഞു ബ്രോ. പറഞ്ഞായിരുന്നു എന്തായാലും സിറ്റുവേഷൻ അപ്പുകുട്ടോട്ടല്ലേ സിറ്റുവേഷൻ? സിറ്റുവേഷൻ ഉള്ളതായിട്ട് ഇവര് സ്മോക്കറും വണ്ടിയുടെ ആവശ്യമാണല്ലേ പൊക്കോട്ടെ ഞാൻ. ബ്രോ എടുത്തോ ബൈ ബൈ. ബ്രോ ഞാൻ സെർച്ച് ആണ്. അപ്പൊ സിറ്റുവേഷൻ തുടങ്ങിയത് സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കൂടെ സ്മോക്കർ എന്നൊരു പയ്യൻ ഡ്രസ് ഷോപ്പിൽ നിൽക്കായിരുന്നു, ടി വി ഡ്രസ് ഷോപ്പിൽ. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് വണ്ടി പോണ സമയത്ത് ഈ പറയുന്ന മാമൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താ പറയാ ഗണ്ണെയിം ചെയ്തിട്ട് വണ്ടി ഇറങ്ങാൻ പറഞ്ഞു. ഓക്കെ, വണ്ടി ഇറങ്ങാൻ പറഞ്ഞ എന്തിനാ ഗണ്ണെയിം ചെയ്യുന്നത്, എന്തിനാ ഇറങ്ങുന്നതെന്ന് ഇവൻ തിരിച്ചു വെച്ച്. അപ്പൊ അപ്പൊ അവ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കൊണ പോലെ ആയിട്ട് ഇവ വണ്ടി എടുത്തിട്ട് പോയി. ഗണ്ണെയിമിൽ തന്നെ ഇവ വണ്ടി എടുത്തിട്ട് ഇവ അവിടെ രക്ഷപ്പെട്ടു. അപ്പൊ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നതുകൊണ്ട് ആ മാമൻ എന്ന വ്യക്തിയുടെ വണ്ടി തട്ടി അവൻ താഴെ വീട്. ഓക്കെ, താഴെ വേണ്ടി നമ്മളെല്ലാവരും റിപ്പയർ നിൽക്കുക, നമുക്ക് സിറ്റുവേഷനെ പറ്റി ഒന്നും അറിയത്തില്ല. ഇവൻ വന്ന ഉടനെ സ്മോക്കറിനോട് വെച്ച് നമ്മുടെ കൂട്ടത്തിൽ ആളോട് വെച്ച് നീ അല്ലടാ അവിടെ ഡ്രസ് ഷോപ്പിൽ വന്നത്, അപ്പൊ ആന്ന് പറഞ്ഞ എന്ത് പറ്റി ബ്രോ എന്ന് പറഞ്ഞാൽ അവൻ അടിച്ചിട്ട് ഡയറക്റ്റ് അങ്ങ് അടിച്ചിട്ട് സംസാരം ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ സൈഡിൽ ഞാനാണ് മാമൻ അടിച്ചിട്ടത്. മാമൻ അടിച്ചിട്ട് കഴിഞ്ഞപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പുള്ളി നിങ്ങളുടെ ഗ്യാങ് ആണെന്ന് അറിയത്തില്ല, ഇവൻ ഗണ്ണെടുത്തവൻ മനസ്സിലായി. അപ്പൊ അവിടെ ഓൾറെഡി ഫയറിംഗ് സിറ്റുവേഷൻ ആയ സ്ഥിതിക്ക് ഗണ്ണെടുത്ത് നമ്മളെ ഫയർ ചെയ്തില്ല. ഗണ്ണെടുത്തതും നമ്മുടെ കൂട്ടത്തിലെ വേറൊരാൾ അവൻ അടിച്ചിട്ട് ഇപ്പൊ അടിച്ചിട്ടുണ്ടായില്ലേ നേരത്തെ മിസ് ഫയർ എന്നൊക്കെ അല്ല ബ്രോ ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ നമ്മളിങ്ങനെ ആളറിയാതെ സിറ്റുവേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ എടുക്കുമോ? ഉറപ്പായിട്ട്. പിന്നല്ലാണ്ട് നമ്മൾ ഒന്നാത്ത നമ്മൾ സിവിലിയനായിട്ട് വന്നാൽ നിങ്ങളോട് സംസാരിക്കാറ്. ഇൻ കേസ് വന്നാൽ തന്നെ നമ്മൾ അപ്പൊ തന്നെ പേരും പറഞ്ഞ് സംസാരിക്കാറുള്ളൂ നോർമലായിട്ട്. ഇതിന് മുന്നേ വന്ന സിറ്റുവേഷൻ ഞാനിപ്പോ നിങ്ങൾ ഈ ഗൺ ഷോപ്പിലാണ് സിറ്റുവേഷൻ ചോദിക്കില്ല എനിക്ക്. ഓക്കെ, എന്തായിക്കട്ടെ. മാമൻ ടി വിയിൽ തന്നെ ഉള്ളതാണ്. കുറച്ച് ദിവസം അവൻ ഇതിൻ്റെ അകത്ത് ഇല്ലെന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? മാമൻ ടി വിയിൽ തന്നെ ഉള്ള ആളാണ്. പിന്നെ നിങ്ങളിപ്പം നിങ്ങളിങ്ങനെ ഗണ്ണെടുത്തെന്ന് പറഞ്ഞിട്ട് ഒരാളെ നേരെ അടിച്ചിട്ടോ ബ്രോ? അല്ല ബ്രോ ഞാൻ ചോദിക്കട്ടെ ബ്രോ അവൻ കൊന്ന് ഇവിടെ വെച്ചിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഇയാൾ ഉണ്ടായിരുന്നോ? അതായത് അപ്പുക്കുട്ടൻ
ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഇതായിട്ട് പെരുമാറിയായിരുന്നു ചോദിച്ച് സംസാരിച്ചായിരുന്നു ഇല്ലല്ലോ അല്ലാത്ത പക്ഷെ ഒരാൾ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കണ്ണെടുത്ത് ഞാൻ എന്തിനാ ബ്രോ അടിച്ചിടുന്നേ ബ്രോ അവര് ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരാൾ നമ്മളെ ഫയർ ചെയ്യുമ്പോൾ ബ്രോ ഞാൻ ഒരു വണ്ടിയല്ല ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, മാമൻ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ അടുത്തോട്ട് വന്നത്, മനസ്സിലായോ? നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമല്ല മാമ വന്നുള്ളത്, ഞാൻ മാത്രമാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ടുള്ളൂ, മനസ്സിലായ? ചോദിക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ ഒരു വണ്ടി എന്നൊക്കെ പറയുന്നത്, ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു വണ്ടി നിങ്ങൾ കണ്ടിട്ട് പോലല്ലോ, ഒരു വണ്ടി പോലും മാമൻ വണ്ടി എടുത്തിട്ടാണ് നിങ്ങൾ എടുത്തോട്ട് വന്നത് അല്ലല്ലോ, നിങ്ങൾ കണ്ടിട്ട് പോലല്ലോ. അല്ലല്ല ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല ഒരു മിനിറ്റ് സർജി, ഈ മാമൻ അവിടെ വന്ന് നിക്കണ ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു, മനസ്സിലായ? മാമൻ പിന്നെ വേറെ ഏതോ ഒരു 4-5-6 പേര് ഒരുമിച്ചൊരു വണ്ടിക്കകത്ത് അവിടെ വന്ന് നിന്നിട്ട് ഞാൻ അത് റിപ്പയറിന്റെ മണ്ടയ്ക്കായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് മാമൻ അതിന്റെ മണ്ടയിൽ കയറി മറ്റേ തോക്കൊക്കെ എടുത്ത് ഹീലടിക്കണ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ റേഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ പുള്ളി വന്നിട്ടുണ്ട്, എന്നെ അടിക്കാനാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിക്കല്ല ഞാൻ നിന്നത്. ബ്രോ എന്താണ് ഞാൻ ഒരാൾ തോക്കെടുക്കുക അല്ലെങ്കിൽ ട്രിഗർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചത് ബ്രോ എന്താണ് പ്രശ്നം എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം ഞാൻ എന്നെ ചുമ്മാ ഒരാൾ കണ്ടെയ്ൻ ചെയ്യുമ്പോ പിന്നെ എനിക്ക് അവിടെ ഫിയർ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബ്രോ ഞാൻ കാര്യം ചെയ്യട്ടെ, ഞാൻ ഇപ്പൊ സിറ്റിയിൽ ഒരു കള്ളം വന്നിട്ട് എന്നെ കണ്ടെയ്ൻ ചെയ്യുമ്പോഴത്തേക്കും അവന്റെ മുന്നിൽ ഞാൻ ഫിയറും കാണിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ഇല്ല ബ്രോ, ഞാൻ റിപ്ലൈ പറയാണ്. അല്ല ബ്രോ, ഞാൻ റിപ്ലൈ പറയാണ്. അപ്പത്തേക്ക് ബ്രോ വണ്ടിക്കത്തിരുന്ന വെടി കൊള്ളത്തില്ലേ ബ്രോ? അല്ല ഞാൻ ആ സിറ്റുവേഷനിൽ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ആകെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരാളാണ് മാമൻ എന്ന് പറയുന്നത്. ഒരാൾ മാത്രം എന്നെ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ, മൾട്ടിപ്പിൾ ആൾ എന്നെ കണ്ടെയ്ൻ ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. എന്റെ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വണ്ടിക്ക് അല്ല ബ്രോ ഞാനിക്ക് ബ്രോ ഇത് ബ്രോ പറഞ്ഞ ലോജിക്ക് വേണ്ടേ ബ്രോ, ഞാൻ അതുകൊണ്ട് ചോദിച്ചേ. ഇവിടെ 1v1 സിറ്റുവേഷൻ നമുക്ക് എടുക്കാം, മനസ്സിലായി? 1v1 അവനിൽ കണ്ടില്ലല്ലോ ബ്രോ, വണ്ടിക്കകത്തല്ലേ? വണ്ടിക്കകത്താണ്, അപ്പൊ ഇവന്റെ അഡ്വാൻറ്റേജ് ആണ് അവിടെ. ഇല്ല ബ്രോ, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ബ്രോ, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അവന്റെ ബ്രോ ഞാൻ പറയുന്നതല്ല, ഒരു മിനിറ്റ് ഒരു കാര്യം പറയട്ടെ ബ്രോ, അതൊക്കെ ഓക്കെ സമ്മതിച്ചു. ഇപ്പൊ നിങ്ങൾ വന്ന് ചോദിച്ചത് ഈ അപ്പുക്കുട്ടനെ ബ്രോ അപ്പുക്കുട്ടനെ ചോദിച്ചത്. ഓക്കെ അപ്പൊ ആ കാര്യം തന്നെ. ഓ അത് നമുക്ക് ഇത് അല്ല നമുക്ക് അത് ബ്രോ പറഞ്ഞോണ്ടൊരു ഡൗട്ട് ചോദിച്ചതേ ഉള്ളൂ നമ്മള്. ഓ മനസ്സിലായി, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അപ്പുക്കുട്ടനെ അടിച്ചതിന് മെയിൻ റീസൺ നമ്മളോട് ഫയർ സിറ്റുവേഷൻ ആയ സമയത്ത് നമ്മുടെ കൂട്ടത്തിലൊരു ഗണ്ണെടുത്ത് നമ്മൾ ഒരാൾ ഡൗൺ ആയിട്ട് അവനെ ഡൗൺ ആക്കലേക്കാളും നല്ലത് നമ്മൾ അടിക്കുന്നതിന് വേണ്ടി അവനെ ഡൗൺ ആക്കുന്നില്ലേ. അവനെ കൊന്നാ പറഞ്ഞേ ആവത്തില്ല അവിടെ, കാരണം അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. മാമൻ പുള്ളിനെ ഹോസ്റ്റ് എടുത്തതിന് ശേഷം പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം വണ്ടിയിൽ വേറെ ആരോ വന്ന് അവിടെ സിറ്റുവേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു ബ്രോ അത് ഇവനല്ല, കാരണം നമ്മൾ റിപ്പയറിലുണ്ടായിരുന്നു. കാരണം ഈ മാമൻ എന്ന വ്യക്തിയെ ആദ്യം വന്ന് നമ്മൾ സംസാരിച്ചോട്ട് വന്ന് ഇടിച്ച് നമ്മളെ കൂട്ടത്തോടെ നിൽക്കുക, നമ്മൾ 6-7 പേര് നമ്മളെ ഇടയിലേക്ക് കയറി ഇടിച്ച്. അപ്പൊ നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഒരു ഞാൻ കാര്യം പറയട്ടെ ബ്രോ, ഇപ്പൊ നിങ്ങൾ സിറ്റുവേഷൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇത്രയും നിങ്ങളടുത്ത് പറയുന്നുള്ളൂ, സിറ്റിയാണ്, ഗാങ്സ് ഒക്കെ ഉള്ള സിറ്റിയാണ്. ഇപ്പൊ നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് വേറെ ഗാങ്സിന്റെ സൈഡിൽ നിന്ന് വന്നാലും നിങ്ങൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഈ രീതിയിൽ തന്നെ എടുക്കുമെന്ന് ഉറപ്പാണോ? ഉറപ്പായിട്ട്. ഓക്കെ അത് മതി ബ്രോ, അത് മതി ബ്രോ, അത് മതി. ഓക്കെയാണ് ഇപ്പൊ ഇനി സംസാരിച്ചിട്ട് ഇതാക്കണ്ട. ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം പറ്റേ ബ്രോ, ഞാൻ ഉറപ്പാണ് നമ്മുടെ സ്ലോട്ട് ഉള്ളതും ഇല്ലാത്തതായിട്ട് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, മനസ്സിലായോ? നമ്മുടെ മെമ്പേഴ്സ് ഉണ്ട് SRA ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ ഇട്ടാൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല ബ്രോ, ഞാൻ അപ്പുക്കുട്ടൻ കേസാണ് ചോദിച്ചത് ബ്രോ, ഞാൻ അപ്പുക്കുട്ടനെ അടിച്ച കേസാണ് ചോദിച്ചത്. അപ്പുക്കുട്ടന്റെ കേസാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഞാൻ ചന്ദ്ര ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ സ്ലോട്ടിൽ ഇല്ലാത്ത ആൾ വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് സിറ്റുവേഷൻ എടുത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്നെ ആള് വേറെ ആൾ അടിച്ചിട്ട് അപ്പൊ നിങ്ങൾ പറയണം ഓക്കെ ഇന്ന ആള് സിറ്റുവേഷൻ ഇങ്ങോട്ട് വന്ന് എടുത്തപ്പം അറിയാണ്ട് അടിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മുടെ ഗ്യാങ് മെമ്പർ ഒരാൾ വന്ന് സിറ്റുവേഷൻ എടുത്താൽ അത് നമ്മൾ ഇതിന് മുന്നേ വേറെ പോയിട്ട് നമുക്ക് അതുപോലെ തന്നെ പോവാം. പക്ഷെ ഇത് അങ്ങനെ പോകേണ്ട രീതി നമുക്കില്ല, മനസ്സിലായോ? നമ്മൾ അപ്പോഴേ പറഞ്ഞത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് അപ്പുകുട്ടനാണ് നമ്മൾ അപ്പൊ അറിഞ്ഞില്ല. നമ്മളെ ഫയർ ചെയ്യുന്നവരെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറയട്ടെ, അവിടെ ഞാൻ ഡൗട്ട് ചോദിച്ചോ, ഈ വന്ന ചെറുക്കൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഈ വണ്ടി എടുത്ത് വന്നത് നിങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായിരുന്നാട്ടോ വല്ലതും പറഞ്ഞോ? ഒരാളങ്ങോട്ട് ചത്തു വീഴുമ്പത്തിന് നിങ്ങളെ വായന്നൊക്കെ ഇജാതി കൊണയൊക്കെ വരും. എനിക്ക് അറിയാൻ മേലാണ്ടേക്കും ഒരാള് പറയുമ്പത്തിന് അല്ല നിന്റെ ഒക്കെ വായനേ അപ്പുകുട്ട ഇത് സംസാരിക്കാം ബ്രോ. ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഇപ്പൊ അവനത് ബാഡായി. അപ്പൊ അവൻ്റെ സോറി പറഞ്ഞിട്ട് നിങ്ങക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റുവേഷൻ ചെയ്യാം.
അല്ല സീനില്ല എന്നോട് സോറി പറഞ്ഞു അടിച്ച ആള് മാത്രമല്ല എല്ലാരും സോറി പറഞ്ഞായിരുന്നു അപ്പൊ കൂട്ടുകാരുടെ അറിയാണ്ട് അടിച്ചാണ് ആൾമാർ അടിച്ചാൽ നമ്മൾ കാര്യം ഓപ്പണായിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് അതിന് മടിയൊന്നുമില്ല കാരണം നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യം വന്ന് എടുത്തല്ല അങ്ങനെ നമുക്ക് അപ്പുകുട്ടനെ ഹോസ്റ്റേജ് എടുക്കായിരുന്നു നമുക്ക് ആ സമയത്ത് മനസ്സിലായോ താല്പര്യമില്ല അവൻ വന്ന് കൊണച്ച് അവൻ വന്ന് റോങ് ആയതുകൊണ്ട് അവൻ വന്ന് അടിച്ചിട്ട് സംസാരിക്കുന്നതിന് മുന്നേ അടിച്ചിട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ അവനായിട്ട് സിറ്റുവേഷൻ അപ്പൊ മാമനല്ലെന്ന് ബ്രോക്ക് അറിയത്തില്ലായിരുന്നല്ലോ അത് അങ്ങനെ അത് ബ്രോ മാമനല്ലെന്നോ മനസ്സിലായില്ല അല്ല മാമനാണെന്ന് ബ്രോക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് വന്നല്ലോ ബ്രോ ഇങ്ങോട്ട് വന്ന് കൊണച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രോ ആ സിറ്റുവേഷൻ കണ്ടായിരുന്നോ ഇല്ല ബ്രോ ഞാൻ ഇല്ല സിറ്റുവേഷൻ പറഞ്ഞു കേട്ടോ എനിക്ക് അറിയത്തുള്ളൂ കണ്ടിട്ടൊന്ന് പറയാമോ അതായിരിക്കും ബെറ്റർ കാരണം ഇതിപ്പോ നമ്മൾ സംസാരിച്ച ലൂപ്പ് ആവത്തുള്ളൂ നിങ്ങൾ ഏത് സൈഡാ കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല നമ്മളെന്തായാലും നമ്മുടെ സൈഡിലേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തായാലും ഒന്ന് നിങ്ങളെ ഡാഷ് ക്യാം വെച്ചൊന്ന് കണ്ടു നോക്കൂ കാറിന്റെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നമുക്ക് എന്തായാലും നിങ്ങൾ സംസാരിക്കാം നമുക്ക് അപ്പൊ സംസാരിക്കാം കുഴപ്പമില്ല കാരണം നമുക്ക് സിഗ്നൽ അടിച്ചിട്ട് താല്പര്യമില്ല അതെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ വണ്ടി ഇടിച്ച സമയത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ ആക്കായിരുന്നു നമുക്ക് ആ സമയത്ത് നിങ്ങളുടെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നാണ് എന്റെ വിശ്വാസം നമുക്കതിന് താല്പര്യമില്ല ഇന്ന വ്യക്തി വന്ന് അടിച്ചിട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ അടിച്ചത് ഇല്ലെങ്കിൽ നമ്മൾ അടിക്കത്തുമില്ല സംസാരിക്കാനും പറ്റില്ലായിരുന്നു ആ കാര്യത്തിൽ ഉറപ്പാണ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക ഓൾറെഡി നമ്മൾ അപ്പുകുട്ടിയുടെ സോറിയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ തന്നെ സ്പോട്ടിനെ പറഞ്ഞു നമ്മൾ ശരി സിറ്റുവേഷൻ എടുക്കാനായി നമുക്ക് അവിടെ സോറി വരേണ്ട ആവശ്യമില്ല ഇനി എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് പോകായിരുന്നു നമുക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് മര്യാദയ്ക്ക് നമ്മൾ സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ള മെയിൻറ്റെയിൻ നിന്ന് താല്പര്യമില്ല ഓക്കെ നിങ്ങൾക്ക് ഇൻകേസ് ഇങ്ങനത്തെ ഒരു സിനാരി വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും സംസാരിക്കാം എന്തായാലും ശരി വേറൊന്നുമില്ലല്ലോ എന്തായാലും ചന്ദ്ര ഒരു കാര്യം ചന്ദ്ര അതൊന്ന് എന്തായാലും കാണാം അപ്പൊ ചന്ദ്രന്റെ മനസ്സിലാവും സിറ്റുവേഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഡാഷ് ക്യാമറ നോക്കിട്ടോ ഓക്കെ ശരി എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ എനിക്കൊന്നും മനസ്സിലായില്ല അവരെന്ത് പറഞ്ഞു നമ്മളെന്താ പറഞ്ഞ ആർക്കെല്ലാം എന്തേലും മനസ്സിലായോ അവർക്ക് താല്പര്യമില്ല അവര് മെയിൻ നോക്കുന്നത് നമ്മളോട് ലൈവ് എടുത്ത് നോക്കാനാ പറഞ്ഞു അവരിപ്പോഴും അവസാനം പറഞ്ഞെന്താ പറയാ അവർക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലാത്തവരെ അപ്പൊ നമ്മള് ഈ കേസ് അമ്മ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മള് ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ നമുക്ക് അമ്മ പറഞ്ഞിട്ടില്ല അമ്മർക്കും അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ അപ്പൊ അങ്ങക്ക് പിന്നെ നമുക്ക് അബദ്ധമൊക്കെ പറ്റുമല്ലോടാ മനുഷ്യരല്ലടാ നമുക്ക് അബദ്ധമൊക്കെ പറ്റുമല്ലോ അബദ്ധം പറ്റുമല്ലോ നമുക്ക് അബദ്ധമൊക്കെ പറ്റും അടിക്കുന്ന സമയത്ത് നമുക്കൊരു രസോറിന് അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് രണ്ടുപേർക്ക് വണ്ടിയാണ് അടിക്കാം എന്നിട്ട് അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തിന്റെ തലക്കെട്ട് അടിക്കാം എന്നിട്ട് പറ്റാണെന്നുള്ള കുഴപ്പം ഇത് മാത്രമേ വരത്തുള്ളൂ ചിന്തയിൽ വെള്ള ചന്തി സോറി ഒക്കെ പറയാ അറിയാം എനിക്ക് സോറി അറിയാം സോറി നിനക്ക് സോറി അറിയാം അവര് പറഞ്ഞില്ല അവർക്ക് താല്പര്യമില്ലടാ നമ്മൾ അടിക്കാനൊന്നും താല്പര്യമില്ലെന്ന് നമ്മള് അതിനൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ സിറ്റുവേഷൻ അല്ല പറഞ്ഞത് താല്പര്യമില്ല ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നാ മനസ്സിലായ അവർക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല ആളറിയാണ്ടല്ലേ കൊണച്ചതല്ലോ അതെ ഇന്നേ വരെ ഡാഷ് ക്യാം നോക്കിയപ്പോ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ നമ്മള് പോലും ഇതുവരെ നമുക്ക് അല്ല മനസ്സിലായില്ലേ ഒരാളെ വെച്ച് നമ്മൾ വെടിച്ചാൽ നമ്മള് എന്താ കാര്യം എന്ന് അറിയാനേ നമ്മൾ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ എന്താ സിറ്റുവേഷൻ അല്ലാണ്ട് നമ്മള് മറ്റേ ഒരുമാതിരി എന്തെങ്കിലും ഷോ കാണിക്കാൻ അറിഞ്ഞു വെച്ചിട്ട് അറിയാത്തവരെ നമ്മള് കാണിക്കത്തില്ല എന്തായാലും അത് ചന്ദ്ര